ഡിയർ സ്റ്റുഡൻസ്, ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോഴ്സസ് ഓഫ് ഡാറ്റ അതിനെക്കുറിച്ചാണ്. നമുക്ക് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൽ ഡാറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് വരാവുന്ന അല്ലെങ്കിൽ അതിനാവശ്യമുള്ള അല്ലെങ്കിൽ അതിന് റിക്വയർമെൻ്റായിട്ട് വേണ്ടി വരാവുന്ന ഡാറ്റ ഏതെല്ലാം സോഴ്സസിൽ നിന്നും നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ പറയുന്ന സമയത്ത് ഡാറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, നോളേജ് എന്താണ്, വിസ്ഡം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇതിന് നമ്മൾ എന്താ പറയുക? സോ വി കോൾ ഇറ്റ് ആസ് അല്ലേ, അതിനൊരു പേര് കൂടെ പറയണം, DIKW അല്ലേ. അങ്ങനെ ഒരു DIKW ഫ്രെയിം വർക്കിലൂടെ നമ്മൾ ചെയ്യുക. ഒരു ഹയറാർക്കി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എങ്ങനെയാണ് അത് പഠിച്ചത് അല്ലേ? ഏറ്റവും ബോട്ടം ലെവലിൽ എന്താ വരുന്നത്? ഡാറ്റ. ക്ലിയർ. ഒരു ഡാറ്റയുണ്ട്. ക്ലിയർ. അതിനുശേഷം അത് ഇൻഫർമേഷനായിട്ട് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? റോ ഫാക്റ്റുകളാണ് അല്ലേ. കളക്ഷൻ ഓഫ് ഫാക്ട്സ്, കളക്ഷൻ ഓഫ് റോ ഫാക്ട്സ്. ക്ലിയർ. അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഫർമേഷനായിട്ട് കിട്ടും. ക്ലിയർ. ആ ഇൻഫർമേഷൻ നമ്മൾ എന്തായിട്ട് സ്ട്രീംലൈൻ ചെയ്യുന്നു? നോളേജ് ആയിട്ട് മാറ്റുന്നു. ക്ലിയർ. അറിവായിട്ട് മാറ്റുന്നു. അതിനെ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? വിസ്ഡം. ക്ലിയർ. ഇങ്ങനെ അതാണ് എന്ത്? DIKW ഫ്രെയിം വർക്ക്. ഓക്കെ. അപ്പോൾ ഇതെന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ കൂടുതലേക്ക് വരുന്നില്ല. അപ്പോൾ ഡാറ്റ, ഇൻഫർമേഷൻ, നോളേജ് ആൻഡ് വിസ്ഡം. ഓക്കെ. ഇൻറ്റേർണൽ ഡാറ്റ. നമുക്ക് ഡാറ്റയെ രണ്ടായിട്ട് പറയാം. എക്സ്റ്റേണൽ ഡാറ്റയും ഇൻറ്റേർണൽ ഡാറ്റയും എക്സ്റ്റേണൽ ഡാറ്റയും. കമ്പനിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് ലഭിക്കാവുന്ന ഡാറ്റ, അതിന് ഇൻറ്റേർണൽ ഡാറ്റ. സോ ഇൻറ്റേർണൽ ഡാറ്റ റെഫേഴ്സ് ടു ഡാറ്റ that are available within the organization framework. ഒരു ഓർഗനൈസേഷൻ്റെ പ്രോസസ്സ്, ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അനലിറ്റിക്സിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ കിട്ടും അല്ലേ. അതിനെയാണെന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് ഇൻറ്റേർണൽ ഡാറ്റ. സോ വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ഇൻറ്റേർണൽ ഡാറ്റ അല്ലേ. പ്രധാനമായിട്ടും വരാവുന്ന സോഴ്സസ് എന്തൊക്കെയാണ്? ഒന്ന്, അക്കൗണ്ടിങ് റിസോഴ്സസ് ആണ് അല്ലേ. ഏറ്റവും അധികം നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? അക്കൗണ്ടിങ് ഡാറ്റയാണ്. അക്കൗണ്ടിങ് റിസോഴ്സസ്. എന്താ അക്കൗണ്ടിങ് റിസോഴ്സസ്? നമുക്കറിയാം, ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അക്കൗണ്ട് ചെയ്യാറുണ്ട് അല്ലേ. പർച്ചേസ് ആയിക്കോട്ടെ, സെയിൽസ് ആയിക്കോട്ടെ അല്ലേ, അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, എക്സ്പെൻസിൻ്റെ പേയ്മെൻ്റ് ആയിക്കോട്ടെ, വേജസ് ആയിക്കോട്ടെ, ലേബേഴ്സിന് കൊടുക്കുന്ന മറ്റുള്ള ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, സാലറി ആയിക്കോട്ടെ, കമ്മീഷൻ, റെൻറ്റ്, എന്ത് തന്നെയാണെങ്കിലും ഇതൊക്കെ അക്കൗണ്ടിങ് ചെയ്യുന്നുണ്ട്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻറ്റേർണൽ ഡാറ്റയാണ്. അക്കൗണ്ടിങ് റിസോഴ്സസ് നമുക്ക് പറയും. ഓക്കെ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ വശത്ത് അനലൈസ് ചെയ്തിട്ട് ചില പാറ്റേണൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ സോഴ്സ്. സെക്കൻഡ് വൺ ഈസ് സെയിൽസ് ഫോഴ്സ് റിപ്പോർട്ട്. അതാണ് അടുത്തത്. എന്താ സെയിൽസ് ഫോഴ്സ്? നമുക്കറിയാം അല്ലേ. സെയിൽസ് ഫോഴ്സ് ആരാണ്? നമ്മുടെ സെയിൽസ്മാൻസോ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സോ ക്ലിയേഴ്സ്, ഡീലേഴ്സോ, അവരൊക്കെയാണ് സെയിൽസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള സെയിൽസ് ഫോഴ്സ് കസ്റ്റമേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അവർക്ക് കസ്റ്റമേഴ്സിനെ കുറിച്ച്, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റിൽ വരുന്ന, ഫാഷനിൽ വരുന്ന, പ്രിഫറൻസിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള സെയിൽസ്മാനോട് അല്ലെങ്കിൽ സെയിൽസ് ഫോഴ്സിനോട് നമ്മൾ കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്? പീരിയോഡിക്കലി റിപ്പോർട്ട് ചെയ്യാൻ പറയാറുണ്ട്. ക്ലിയർ. വീക്ക്ലി റിപ്പോർട്ടോ മന്ത്ലി റിപ്പോർട്ടോ ഒക്കെ അയക്കാൻ പറയാറുണ്ട്. ഇങ്ങനെയുള്ള സെയിൽസ് ഫോഴ്സിൽ നിന്നും കിട്ടുന്ന ഡെയിലി, വീക്ക്ലി, മന്ത്ലി റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചില സ്ഥലങ്ങളിൽ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, വേരിയേഷൻ വരുന്നുണ്ടോ ഒക്കെ നമുക്ക് അനലൈസ് ചെയ്തെടുക്കാം. അതുകൊണ്ട് സെയിൽസ് ഫോഴ്സിൻ്റെ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിങ്ങിൻ്റെ ടൂളാണ്. ക്ലിയർ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡാറ്റയാണ്. പ്രത്യേകിച്ച് അനലിറ്റിക്സ് ഒക്കെ ചെയ്യുന്നതിന് സെയിൽസ് ഫോഴ്സ് റിപ്പോർട്ട് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ആൻഡ് വെരി മച്ച് റിലവൻറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഇൻറ്റേർണൽ എക്സ്പേർട്സ്. നമ്മുടെ കമ്പനിയിൽ തന്നെ ചിലപ്പോൾ എക്സ്പേർട്ട് ഉണ്ടാവും അല്ലേ. ഡാറ്റയെക്കുറിച്ചും കൺസ്യൂമേഴ്സിനെ കുറിച്ചും അല്ലെങ്കിൽ കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ പ്രോസസ്സിനെ കുറിച്ചും കമ്പനിയുടെ ഓപ്പറേഷനെ കുറിച്ചും ക്ലിയർ, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ കുറിച്ചും ഡിമാൻഡിനെ കുറിച്ചും ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലിയർ എക്സ്പേർട്ടുകൾ ഉണ്ടാവും. അപ്പോൾ എക്സ്പേർട്ടുകൾ ജനറേറ്റ് ചെയ്യുന്ന ഡാറ്റ. ക്ലിയർ. അപ്പോൾ അതാണെന്ത്? ഇൻറ്റേർണൽ എക്സ്പേർട്സ്. ഓക്കെ. മേ ബി ഒരു ഫോർമാൻ അല്ലെങ്കിൽ എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ് അല്ലെ, ഡിസൈനേഴ്സ്, ക്ലിയർ, സിസ്റ്റം മാനേജേഴ്സ് അല്ലെ, ഇവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ചില ഡാറ്റ ക്ലിയർ, ചിലതിനെ സംബന്ധിക്കുന്ന ഡാറ്റ വളരെ ആധികാരികമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ വരാവുന്ന ഡാറ്റയാണ് ഇൻറ്റേർണൽ എക്സ്പേർട്സിൽ നിന്ന്. അതൊരു സോഴ്സായിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നു. ദെൻ മിസ്ലേനിയസ് റിപ്പോർട്ട്. ക്ലിയർ. അതുപോലെ തന്നെ ഒരു ബിസിനസ്സിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് അല്ലാത്ത വരാവുന്ന വേറെയും ഒട്ടനവധി റിപ്പോർട്ടുകളുണ്ട് അല്ലേ. കുറേയധികം റിപ്പോർട്ടുകൾ ബിസിനസ്സിൽ ജനറേറ്റ് ചെയ്യാറുണ്ട് അല്ലേ.
മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി MISൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യപ്പെടാറുണ്ട് അല്ലേ. ഇപ്പോൾ കോസ്റ്റിങ്ങിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാറുണ്ട്, ഫിനാൻസിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യാറുണ്ട്. ക്ലിയർ. എംപ്ലോയീസിൻ്റെ ഫംഗ്ഷനെ സംബന്ധിച്ച് അവരുടെ ടൈം, അവർ എത്ര സമയം വർക്ക് ചെയ്തു അല്ലേ, അതിനെക്കുറിച്ച്, അറ്റൻഡൻസിനെ കുറിച്ച്, റെമുനറേഷനെ കുറിച്ച്. ക്ലിയർ. അങ്ങനെ ഓരോരോ സെഗ്മെൻ്റ് എടുത്ത് നോക്കിയാലും നമുക്ക് റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? ഇൻറ്റേർണൽ ഡാറ്റ ആയിട്ട് അനലിറ്റിക്സിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദി സോഴ്സസ് ഓഫ് ഇൻറ്റേർണൽ ഡാറ്റ. എക്സ്റ്റേണൽ ഡാറ്റ എന്തൊക്കെയാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്? എക്സ്റ്റേണൽ ഡാറ്റ. അപ്പോൾ പ്രധാനമായിട്ട് എക്സ്റ്റേണൽ ഡാറ്റ രണ്ട് തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ഒന്ന് ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് നിന്ന് കുറേയധികം ഡാറ്റ കിട്ടും, അതുപോലെ തന്നെ നോൺ ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് നിന്ന് കിട്ടും, NGOs വഴി കിട്ടും. ക്ലിയർ. ശരി, ഓക്കെ. ഗവൺമെൻറ് പബ്ലിക്കേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി ഗവൺമെൻറ് ഏജൻസീസും ഗവൺമെൻറ് ഓർഗനൈസേഷൻസും എല്ലാം ആധികാരികമായിട്ടുള്ള കൺട്രിയെ സംബന്ധിക്കുന്ന, എക്കണോമിയെ സംബന്ധിക്കുന്ന, ഫിനാൻസിനെ സംബന്ധിക്കുന്ന, മാർക്കറ്റിനെ സംബന്ധിക്കുന്ന, ഡിമാൻഡിനെ സംബന്ധിക്കുന്ന, കൺസംഷനെ സംബന്ധിക്കുന്ന, ഇൻകം ലെവൽ, സേവിങ്സ് ലെവൽ, എക്കണോമിയുടെ ഡാറ്റ, ബേസിക് ആയിട്ട് വരുന്ന മാക്രോ എക്കണോമിക്കൽ ഡാറ്റ, ഇതെല്ലാം വളരെയധികം ആധികാരികമായിട്ട് കളക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ചില ഏജൻസികളെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നമ്പർ 1 അതിൽ വരുന്നത് ഗവൺമെൻറ് ഏജൻസിയിൽ ഒന്ന് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അല്ലേ. സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്ത് ചില കാര്യങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാണ് അല്ലേ. ഇപ്പോൾ രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ഫോർ എക്സാമ്പിൾ അല്ലേ, നമ്മൾ ഡെത്ത് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ബർത്ത് രജിസ്ട്രേഷൻ, ബർത്ത് ആൻഡ് ഡെത്തിൻ്റെ രജിസ്ട്രേഷൻ, അതൊരു പ്രധാനപ്പെട്ട രജിസ്ട്രേഷൻ അല്ലേ. നമ്മുടെ പോപ്പുലേഷനിൽ വർധനവ് വരുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ചില പ്രൊജക്ഷൻസ് ഒക്കെ എടുക്കാനൊക്കെ ഇതിന് സഹായിക്കും. ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണത്. ദെൻ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, CSO എന്ന് പറയും. ക്ലിയർ. അപ്പോൾ അവരെന്താ ചെയ്യണത്? നമ്മുടെ രാജ്യത്തുള്ള എക്കണോമിയെക്കുറിച്ച് സ്റ്റഡി ചെയ്യുകയും എക്കണോമിയുടെ ഭാഗമായിട്ട് വരാവുന്ന കൺസംഷൻ അല്ലെങ്കിൽ ഇൻകം ലെവൽ, ആളുകളുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് സാമ്പിൾ സർവേകൾ നടത്തും. ഇപ്പോൾ CSOൻ്റെ ബേസിസിൽ സാമ്പിൾ സർവേകൾ നടത്താറുണ്ട്, എക്കണോമിക് സർവേ നടത്താറുണ്ട്. അങ്ങനെയുള്ള സോഷ്യോ എക്കണോമിക് സർവേസ്, സാമ്പിൾ സർവേസ്, ഇതിലുള്ള ഇൻപുട്ടൊക്കെ ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യും അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യും. അതിനനുസരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ചില പോളിസി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ പോളിസികളൊക്കെ എടുക്കുക. അപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്ന് ഇൻകം ഇല്ല, തീരെ ഇല്ല, ആളുകൾ പോവർട്ടി കൂടുതൽ നേരിടുന്നു, അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? അതിനനുസരിച്ചുള്ള മെഷേഴ്സ് എടുക്കും. അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലായിട്ട് വരുന്നുണ്ട്, അപ്പോൾ എന്ത് ചെയ്യും? അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കും. ഇങ്ങനെ ഒട്ടനവധി ഡാറ്റ അവർ കളക്ട് ചെയ്യുന്നുണ്ട്, സാമ്പിൾ സർവേ കളക്ട് ചെയ്യുന്നുണ്ട്. അത് പബ്ലിഷ് ചെയ്യുന്നുമുണ്ട്. പീരിയോഡിക്കലായിട്ട് പബ്ലിഷ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് CSO. ദെൻ ഡയറക്ടർ ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ്, അവരും ചില ഡാറ്റയൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്. കമേഴ്ഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായി ട്രേഡ് നടക്കുന്ന, വോളിയം ഓഫ് ട്രേഡ് ഒരു രാജ്യത്ത് നടക്കുന്ന, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വിവിധ കമ്പനികളുടെ ഭാഗമായിട്ട് നടക്കുന്ന ട്രേഡ് എന്താണ് എത്രമാത്രം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് ഇതൊക്കെ മോണിറ്റർ ചെയ്യുന്നു. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണത്? ടാക്സ്, അതിലൂടെ ഗവൺമെൻറ്റിന് കിട്ടാവുന്ന ടാക്സ് എത്രയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്സിനെ കുറിച്ചും ഔട്ട്പുട്ടിനെ കുറിച്ചും ആൻഡ് എക്സ്ചേഞ്ചിനെ കുറിച്ചും ട്രേഡിനെ കുറിച്ചും ഒക്കെ ഉള്ള ഡാറ്റ ഇവർ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദെൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രിയും അവരുടെ ഭാഗമായിട്ട് ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള ഡാറ്റ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെ കുറിച്ചുള്ള ഡാറ്റ, നമ്മൾ IIP എന്നൊക്കെ പറയുന്ന ഡാറ്റ, അതുപോലെ ട്രേഡിനെ കുറിച്ചുള്ള ഡാറ്റ, എക്സ്പോർട്ട്, ഇമ്പോർട്ട് അല്ലെങ്കിൽ ഫോറിൻ ട്രേഡ്, അതിൻ്റെ ക്വാണ്ടിറ്റി, വോളിയം, ഇതെല്ലാം ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു. സോ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇസ് അനദർ ഗവൺമെൻറ് ഏജൻസി ഫോർ എക്സ്റ്റേണൽ ഡാറ്റ. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വളരെ പ്രധാനപ്പെട്ട കീ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI എന്ത് ചെയ്യുന്നു? RBIയുടെ പ്രത്യേകത എന്താ? RBI ഈസ് ദി ബാങ്കേഴ്സ് ടു ദ ഗവൺമെൻറ് സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി. ബാങ്കേഴ്സ് ഓഫ് ദ ബാങ്ക് ടു ദ ബാങ്കുകളുടെ ബാങ്കാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് കൺട്രോളർ ഓഫ് ക്രെഡിറ്റ് ആണ്. മോണിറ്ററി സിസ്റ്റത്തിൻ്റെ റെഗുലേറ്ററാണ്, മണി മാർക്കറ്റിൻ്റെ റെഗുലേറ്ററാണ്, ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ റെഗുലേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട് ഓരോ 3 മാസം കൂടുമ്പോൾ അവരെന്ത് ചെയ്യും? ക്രെഡിറ്റ് പോളിസി റിവ്യൂ ചെയ്യാറുണ്ട് നമ്മൾ റിപ്പോ റേറ്റ് എത്രയായിരിക്കണം, റിവേഴ്സ് റിപ്പോ റേറ്റ് എത്രയായിരിക്കണം, CRR റേറ്റ് എത്രയായിരിക്കണം, SLR എത്രയായിരിക്കണം, ഇങ്ങനെയുള്ളതൊക്കെ അവരെന്ത് ചെയ്യും? നിശ്ചയിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി
അല്ലേ? ഡാറ്റ കളക്ട് ചെയ്യും. ആരായിട്ട് കളക്ട് ചെയ്യുന്നു? RBI കളക്ട് ചെയ്യുന്നു. എങ്ങനെ കളക്ട് ചെയ്യുന്നു? പല മാർഗ്ഗങ്ങളിലൂടെയും കളക്ട് ചെയ്യുന്നു. അപ്പോൾ ബാങ്കിലൂടെ അവർ കളക്ട് ചെയ്യും, ക്ലിയർ. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, എത്ര ഡിപ്പോസിറ്റ് വരുന്നുണ്ട്, എത്ര ലെൻഡിങ് പോകുന്നുണ്ട്, ഏതൊക്കെ സെക്ടറിൽ പോകുന്നുണ്ട്, എത്ര ക്യാഷ് അവൈലബിലിറ്റി ഉണ്ട്, ക്യാഷിൻ്റെ സർക്കുലേഷൻ എന്താണ്, മണി സർക്കുലേഷൻ എന്താണ്, ഇൻഫ്ലേഷൻ ലെവൽ എന്താണ്, ക്ലിയർ. എക്കണോമിയുടെ ഗ്രോത്ത് എങ്ങനെ വരും, GDPയുടെ ഗ്രോത്ത് അവർ എസ്റ്റിമേറ്റ് ചെയ്യും, ക്ലിയർ. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ, എക്സ്ചേഞ്ച് റേറ്റ്, ക്ലിയർ. അതുപോലെ തന്നെ ബുള്ളിയൻ റിസോഴ്സസ്, ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ള പ്രഷ്യസ് മെറ്റലിൻ്റെയൊക്കെ സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള റിസർവ് എത്രയാണ്, ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എത്രയാണ്, ഇങ്ങനെ ഒട്ടനവധി ഡാറ്റ അവർ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാക്രോ എക്കണോമിക്കൽ ഡാറ്റ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടും, ക്ലിയർ. അപ്പോൾ അവർ RBI ബുള്ളറ്റിൻ വഴിയാണ് അത് പബ്ലിഷ് ചെയ്യുക. RBIയുടെ റിപ്പോർട്ടുകളുണ്ട്, ബുള്ളറ്റിൻസ് ഉണ്ട്, ക്ലിയർ. അപ്പോൾ മന്ത്ലി ബുള്ളറ്റിൻ ഉണ്ട്, ക്ലിയർ. ക്വാർട്ടർലി ബുള്ളറ്റിൻ ഉണ്ട്, ആനുവൽ ബുള്ളറ്റിൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടും? We will get annual report എന്നൊക്കെ ഒട്ടനവധി ഇൻഫർമേഷൻ കിട്ടും. RBI is one of the credible source of external data, clear. The ലേബർ ബ്യൂറോ, ക്ലിയർ. അപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട സോഴ്സാണ് ലേബർ ബ്യൂറോ, ക്ലിയർ. ലേബർ സപ്ലൈയെക്കുറിച്ചും, ക്ലിയർ, അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും, സ്കിൽഡ്, സെമി സ്കിൽഡ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ നിലയിൽ അവിടെ നിന്ന് കുറേ ഡാറ്റ നമുക്ക് കിട്ടും. നാഷണൽ സാമ്പിൾ സർവേ, ക്ലിയർ. അതും ഒരു പ്രധാനപ്പെട്ട ഡാറ്റ കളക്ഷൻ ആണ്, ക്ലിയർ. നമുക്കറിയാം നാഷണൽ സാമ്പിൾ സർവേയുടെ ഒക്കെ ഭാഗമായിട്ട് NSSൻ്റെ ഭാഗമായി ഒരു പ്രത്യേക ഏരിയയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? സ്റ്റഡീസ് ചെയ്യുന്നു, ക്ലിയർ. ആളുകൾ എന്താണ്, അവരുടെ എഡ്യൂക്കേഷൻ നിലവാരം, അതുപോലെ തന്നെ അവരുടെ ഇൻകം ലെവൽ, ഓക്കെ, ഫാമിലി ഇൻകം എത്രയാണ് കിട്ടുക, എംപ്ലോയിഡ് എത്രയാണ്, അൺഎംപ്ലോയിഡ് എത്രയാണ്, ഇങ്ങനെ ഒട്ടനവധി ഡാറ്റ സാമ്പിൾ സർവേ വഴി കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് വേറൊരു പ്രധാനപ്പെട്ട സോഴ്സ്. ദെൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്, അവരിൽ നിന്ന് നമുക്ക് എക്കണോമിക് ആയിട്ടുള്ള, അല്ലെ, എക്കണോമിയിലുള്ള ഡിമാൻഡ്, കൺസംഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാക്രോ എക്കണോമിക് ആയിട്ടുള്ള ഡാറ്റ, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും അങ്ങനെ എക്കണോമിക് അഫയേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ വേറെയും ഒട്ടനവധി ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അല്ലേ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലിയർ. ഡയറക്റ്റും ഇൻഡയറക്റ്റും ആയിട്ടുള്ള ടാക്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ GST ഒക്കെ വന്നതോടുകൂടി ട്രേഡിൻ്റെ സംബന്ധിക്കുന്ന ഇൻഫർമേഷനും ഒക്കെ കിട്ടും, ക്ലിയർ. അപ്പം അങ്ങനെ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ GST, ക്ലിയർ, അതിൻ്റെ ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്നുള്ള ഇൻഫർമേഷൻ, അതൊരു പ്രധാനപ്പെട്ട സോഴ്സാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സ്, ക്ലിയർ, ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട് അവർ. അതിൽ നിന്നെല്ലാം എന്ത് കിട്ടുന്നു? ഇൻഫർമേഷൻ വളരെയധികം അവൈലബിൾ ആണ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ സം ഓഫ് ദി എക്സ്റ്റേണൽ ഗവൺമെൻറ് സോഴ്സ്, ക്ലിയർ, വെയർ വിൻ വി ക്യാൻ ഗെറ്റ് ഡാറ്റ സോഴ്സ്, ക്ലിയർ. സോ എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സാണ് ഇതെല്ലാം. ഗവൺമെൻറ് പബ്ലിക്കേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള സോഴ്സാണ്. ഇത് മാത്രമാണ് ചോദിച്ചാൽ അതൊരു എക്സ്ക്ലൂസീവ് ലിസ്റ്റ് അല്ല, വളരെ കൂടുതലുണ്ട്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയൊക്കെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ ഇതിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാണ്, ക്ലിയർ. ദെൻ നോൺ ഗവൺമെൻറ്റൽ പബ്ലിക്കേഷൻസ് ആയിട്ട് വരാവുന്ന എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡാറ്റ സോഴ്സസ് ഏതൊക്കെയാണ്, ക്ലിയർ. സോ വാട്ട് ആർ ദി നോൺ ഗവൺമെൻറ്റൽ സോഴ്സസ് ഓഫ് എക്സ്റ്റേണൽ ഡാറ്റ? സോ നമ്പർ 1 അതിൽ വരുന്നതാണ് ഇന്ത്യൻ കോട്ടൺ മിൽസ് അസോസിയേഷൻ, ക്ലിയർ. കുറേയധികം മിൽ അസോസിയേഷൻസ്, അതുപോലെ മില്ലുകളുടെ ഫോറം, ക്ലിയർ. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതാത് ഇൻഡസ്ട്രിയെ സംബന്ധിക്കുന്ന, ക്ലിയർ, അവരുടെ പ്രൊഡക്ഷൻ, റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിനെ സംബന്ധിക്കുന്ന ഒക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യാറുണ്ട് റിട്ടേൺസ് വഴി, ക്ലിയർ. അപ്പം അങ്ങനെ കളക്ട് ചെയ്തിട്ട് അവർ പബ്ലിഷ് ചെയ്യുന്ന അവരുടെ ഡാറ്റ. സോ അതിലൊരു പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ കോട്ടൺ മിൽസ് അസോസിയേഷൻ, ക്ലിയർ, അവരുടെ പബ്ലിക്കേഷൻ. ദെൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ക്ലിയർ. ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓർഗനൈസേഷൻ, ഒരു അസോസിയേഷൻ പോലെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്, ക്ലിയർ. അവരെന്ത് ചെയ്യുന്നുണ്ട്? സോ ദേ ആർ കളക്ടിങ് ഇൻഫർമേഷൻ, ഓക്കെ. ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവലുണ്ട്, സ്റ്റേറ്റ് ലെവലുണ്ട്, നാഷണൽ ലെവലുണ്ട്, ഒക്കെ ഉണ്ട്, ക്ലിയർ. അപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ, അല്ലേ, നാഷണൽ ലെവലിലുള്ള ഒരു അപെക്സ് ബോഡി ആയിട്ടുള്ള ചേംബേഴ്സ് എന്ന് അസോസിയേഷൻ എന്ന് പറഞ്ഞു, ക്ലിയർ. അസോസിയേഷൻ ഓഫ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഓക്കെ, അങ്ങനെ വരുന്ന അസോസിയേഷൻ. അതുപോലെ തന്നെ FICCI, അല്ലേ, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻ ചേംബേഴ്സ്, അപ്പോൾ അതുപോലെ സ്റ്റേറ്റ് ലെവലിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലും ഉണ്ട്, ക്ലിയർ. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അതാത് ഡിസ്ട്രിക്റ്റിലുള്ള, സ്റ്റേറ്റിലുള്ള, നാഷണൽ ലെവലിൽ വരുന്ന ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്യുന്നു. ഇൻഡസ്ട്രീസിൻ്റെ എങ്ങനെ ഇൻഡസ്ട്രി പ്രവർത്തിക്കുന്നു, നഷ്ടം വരുന്നുണ്ടോ, ലാഭം വരുന്നുണ്ടോ, പ്രോഗ്രസ് ഉണ്ടോ, അല്ലേ, എക്കണോമിക്കലായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ അവിടെ നിന്ന് കിട്ടും. അവരുടെ പബ്ലിക്കേഷൻ നമുക്ക് ലഭിക്കും, ക്ലിയർ. ദെൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡാറ്റ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ എന്ത് ചെയ്യുന്നു? ഡെയിലി ബേസിസിൽ അവർ ട്രാൻസാക്ഷൻ്റെ വോളിയം,
ക്ലിയർ. പ്രൈസസ്, ഡാറ്റ എല്ലാം പബ്ലിഷ് ചെയ്യണം. വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ അബണ്ടൻസ് ഓഫ് ഡാറ്റ നമുക്ക് കിട്ടും. ക്ലിയർ. ട്രേഡിങ്ങിനെ കുറിച്ച്, ക്ലിയർ, ട്രേഡിങ് വോള്യത്തിനെ കുറിച്ച്, എമൗണ്ടിനെ കുറിച്ച്, ക്ലിയർ, ഒക്കെ നമുക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ ഇതാണ് വേറൊരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ NSEയുടെയും BSEയുടെ ഒക്കെ വെബ്സൈറ്റുകളിലൂടെ കമ്പനികളുടെ ഡാറ്റയും നമുക്ക് കിട്ടും. ക്ലിയർ. ആനുവൽ റിപ്പോർട്ടൊക്കെ അവിടെ പബ്ലിഷ് ചെയ്യേണ്ടതുകൊണ്ട് കമ്പനികളുടെ ഡാറ്റയും കിട്ടും. ദെൻ പ്രസ് ആൻഡ് മീഡിയ, അല്ലേ, പ്രസ്സിൽ നിന്നും മീഡിയയിൽ നിന്നും നമുക്ക് എന്ത് കിട്ടാറുണ്ട്? ഇൻഫർമേഷൻ കിട്ടാം, അല്ലേ. ദർ ആർ സർട്ടൻ ഡെഡിക്കേറ്റഡ് ന്യൂസ് പേപ്പേഴ്സ്, ക്ലിയർ, വിച്ച് ആർ പബ്ലിഷിംഗ് എക്കണോമിക്കൽ ഡാറ്റ, അല്ലേ. ഫോർ എക്സാമ്പിൾ ബിസിനസ് ലൈൻ അല്ലെങ്കിൽ എക്കണോമിക് ടൈംസ്, ക്ലിയർ, ഇങ്ങനെയൊക്കെ പറയാവുന്ന കുറേയധികം ജേർണൽസ് ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, അല്ലെ എക്കണോമി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന പ്രസ് മീഡിയ, അല്ലേ, പ്രസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള മീഡിയ, ഇലക്ട്രോണിക് മീഡിയ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ചാനൽസ് തന്നെയുണ്ട്, അല്ലെ. ഇൻവെസ്റ്റ്മെൻറ്റ് അനാലിസിസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഡെഡിക്കേറ്റഡ് ചാനൽ, CNBC പോലുള്ള ചാനൽസ് തന്നെ നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് ഇൻഫർമേഷൻ കിട്ടാം. ദെൻ വാട്ട് ഈസ് നെക്സ്റ്റ്? ട്രേഡ് അസോസിയേഷൻ. ഒട്ടനവധി ട്രേഡ് അസോസിയേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ക്ലിയർ. അപ്പോൾ അതൊരു ട്രേഡ് അസോസിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ അസോസിയേഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ഓരോരോ ട്രേഡ് അസോസിയേഷൻ, കുറേയധികം ട്രേഡ് അസോസിയേഷൻ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അവരെന്ത് ചെയ്യുന്നു? അതാത് ഇൻഡസ്ട്രികളുടെ അതാത് മേഖലയിൽ വരുന്ന കാര്യങ്ങളുടെ ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു. ക്ലിയർ. അവരുടെ ബുദ്ധിമുട്ടുകൾ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് അത്തരം മേഖലയെ സംബന്ധിക്കുന്ന ഒരു ഇൻഫർമേഷൻ. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില ഡാറ്റ അനലിറ്റിക്സിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ എന്ന് എടുക്കാൻ പറ്റും. ദെൻ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ, അല്ലേ, ഇന്ത്യയിലുള്ള നമ്മുടെ രാജ്യത്തുള്ള എക്സ്പോർട്ട് പ്രൊമോഷനെ കുറിച്ച്, എക്സ്പോർട്ടിനെ കുറിച്ച്, ഇമ്പോർട്ടിനെ കുറിച്ച്, ക്ലിയർ, അതിൻ്റെ ഡിഫറൻസിനെ കുറിച്ച്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ബാലൻസ് ഓഫ് ട്രേഡിനെ കുറിച്ച് ഒക്കെ നമുക്ക് ഡാറ്റ ഇതിലൂടെ കിട്ടും. ഇത് പബ്ലിഷ് ചെയ്യുന്ന എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റയിൽ നിന്നും കിട്ടും. ദെൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ക്ലിയർ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി. ഇപ്പോൾ CII വഴി നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ഡാറ്റ, അവർ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് അവൈൽ ചെയ്യാം, ഇൻഡസ്ട്രിയൽ ഡാറ്റ ചെയ്യാം. SIDBI, അല്ലേ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്, അല്ലേ. സ്മോൾ ഇൻഡസ്ട്രീസിൻ്റെ MSME സെക്ടറിലുള്ള ഒരു അപ്പെക്സ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? SIDBI എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ SIDBIക്ക് എന്ത് കിട്ടാറുണ്ട്? MSME സെക്ടറിൽ വരുന്ന മൈക്രോ, സ്മോൾ, മീഡിയം എൻ്റർപ്രൈസസിന് കിട്ടുന്ന റിപ്പോർട്ടുകളും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അത് കമ്പയർ ചെയ്തുകൊണ്ട് അവരെന്ത് പബ്ലിഷ് ചെയ്യും? ഒരു രാജ്യത്തെ MSME സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ, ക്ലിയർ, എക്സ്പോർട്ടിൽ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, എത്ര എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ, എത്ര ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ക്ലിയർ, എത്ര ട്രാൻസാക്ഷൻ നടക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടും. ദെൻ അതുപോലെ തന്നെ ഫോറംസ് ഓഫ് മിൽസ് എക്സെട്ര, ക്ലിയർ, അതും ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ. അത് നേരത്തെ നമ്മൾ ഇന്ത്യൻ കോട്ടൺ മിൽസ് അസോസിയേഷൻ പറഞ്ഞ പോലെ വൂളൻ, ക്ലിയർ, അസോസിയേഷൻ ഉണ്ട്, ടെക്സ്റ്റൈലിൻ്റെ ഉണ്ട്, ക്ലിയർ, ഇങ്ങനെയുള്ള ഫോറം, അവരുടെ ഫോറംസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അതാത് സെക്ടറിൽ വരാവുന്ന ഓർഗനൈസേഷൻസ് ഉണ്ട്, ഇൻഡസ്ട്രീസ് ഉണ്ട്, ബിസിനസ്സിൻ്റെ ഡാറ്റ കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചില നോൺ ഗവൺമെൻറ്റൽ പബ്ലിക്കേഷൻ എക്സാമ്പിളാണ്. ഇത് എക്സ്ക്ലൂസീവ് ലിസ്റ്റ് അല്ല, പക്ഷെ നമ്മൾ ടെക്സ്റ്റിൽ ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ വെച്ചത് നിർത്തുന്നത്. ക്ലിയർ. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ, നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിക്കുന്ന ഒട്ടനവധി ഡാറ്റ, ക്ലിയർ, എക്സ്റ്റേണൽ ഡാറ്റ, നോൺ ഗവൺമെൻറ്റൽ പബ്ലിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. ക്ലിയർ. ഇവിടെ വെബ്സൈറ്റുകളിലൂടെ അവൈലബിൾ ആണ്, പബ്ലിക്കേഷൻസ് വഴിയും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് ഡാറ്റ. ഇതെല്ലാം ബിസിനസ് അനലിറ്റിക്സിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. ഇൻറ്റേർണൽ ഡാറ്റയും ഉപയോഗിക്കാം, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡാറ്റയും ഉപയോഗിക്കാം.